പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഒത്തിരി നാളെ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഒത്തിരി തിരക്കുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഈ വരുന്ന 3 months നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ചൂസ് ചെയ്യുക. സോ പൈൽ നമ്പർ 1, പൈൽ നമ്പർ 2 ആൻഡ് പൈൽ നമ്പർ 3. ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്, ഇതാണ് നിങ്ങളുടെ റീഡിങ്. ഓക്കെ, ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പൈലാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ പൈൽ നമ്പർ 1 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ 3 months നിങ്ങളുടെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Nine of Swords, Empress, 9 of Cups, 5 of Wands, 10 of Wands, Tower moment. സോ പൈൽ നമ്പർ 1 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി സൂചിപ്പിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് നിങ്ങളിപ്പോൾ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റിവിറ്റി, സ്ട്രെസ്സ്, ഇതൊക്കെ നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലൈഫിൽ ഏത് ചൂസ് ചെയ്യണം, ഞാൻ ഈ തിരഞ്ഞെടുത്ത പാത ശരിയാണോ എന്നൊക്കെയുള്ള ഡൗട്ട് നിങ്ങളുടെ മൈൻഡിലുണ്ടാവാം. കാരണം നിങ്ങളിപ്പോൾ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് നിങ്ങളുടെ മൈൻഡിലുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലമായിരിക്കാം, നിങ്ങളുടെ ലൊക്കേഷൻ ആയിരിക്കാം, അവിടെ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ ജോബായിരിക്കാം. എന്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഇത് തുടർന്നു കൊണ്ട് പോകണോ എന്നുള്ളൊരു സ്ട്രെസ്സൊക്കെ നിങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് എന്ന് പറയുന്നത്, അനാവശ്യമായിട്ട് നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നത് കൊണ്ട് ജീവിതത്തിൽ മാറ്റങ്ങളൊന്നുമില്ല. നിങ്ങൾക്കൊരു മെൻറ്റോർ, നിങ്ങൾ ചിന്തിക്കുന്ന, അതായത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങളുടെ ചിന്തിക്കുന്ന ചിന്തകൾ ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾ ഏത് ദിശയിലേക്ക് സഞ്ചരിക്കണം എന്നുള്ളൊരു കാര്യത്തിൽ നിങ്ങൾക്ക് ഗൈഡൻസ് തരാനായിട്ടൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ പറയുന്നൊരു വ്യക്തി നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ കണ്ടെത്തുന്ന ആരെങ്കിലും ആയിരിക്കാം. ഈ ഒരു വ്യക്തി ഗൈഡൻസ് തരാൻ വേണ്ടിയിട്ട് വരുന്നതാണ്, അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുക്കുന്നതല്ല. കാരണം ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് 9 of Swords എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉള്ള ഈ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം, ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് വേണം. ആ സൊല്യൂഷൻ പക്ഷെ നിങ്ങളാണ് കണ്ടെത്തേണ്ടത്. ആ സൊല്യൂഷനിലേക്ക് എത്താനുള്ള വഴി ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങളുടെ മെൻറ്റോ, നിങ്ങളുടെ ഗൈഡ് നിങ്ങളിലേക്ക് കൊണ്ടുവരാം. പക്ഷെ ഒരിക്കലും അവരുടെ തീരുമാനമാവരുത് നിങ്ങളുടേത്. തീരുമാനം ഫൈനൽ ഡിസിഷൻ അത് നിങ്ങളുടേത് തന്നെയായിരിക്കണം എന്നുള്ളതാണ്. വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ എത്തി നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ലേണിംഗ് ന്യൂ തിങ്സ്, ഗ്രോയിങ്, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തോ ഒന്ന് തുടങ്ങുന്നതിനെ സംബന്ധിച്ചിട്ട് ചിന്തിക്കുന്നുണ്ട് മനസ്സിൽ, പക്ഷേ നിങ്ങൾ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ഇനിഷ്യേറ്റീവ് എടുക്കാൻ എന്തോ നിങ്ങൾക്ക് തടയായിട്ടിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തടയായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ബ്ലോക്കേജ് ആണോ, അതോ നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു 9 of Swords എനർജി വെച്ചിട്ട് നിങ്ങളത് ആ ഒരു ബ്ലോക്കേജ് നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്നതാണോ? ശരിക്കും ആ ഒരു ബ്ലോക്കേജ് ഒരു ഇമാജിനറി വോൾ എന്നൊക്കെ നമ്മൾ പറയും. നമ്മുടെ മുമ്പിലൊരു വോളുണ്ട്, പക്ഷെ ആ വോൾ അവിടെ ശരിക്കും ഇല്ല. നമ്മളത് ഇമാജിൻ ചെയ്ത് അവിടെ ഒരു ഭിത്തി സൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു എനർജിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വരുന്ന 3 months കടക്കുമ്പോൾ നിങ്ങൾ ആ ഒരു വോൾ, ആ ഒരു ഇമാജിനറി വോളിനെ തകർത്ത് കളയുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുന്നത്, അതേപോലെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ജോലി വിടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ജോലി വിട്ടിട്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അതിനെ പിന്തുടരുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പ്രൊഫഷണൽ കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്ന ഒരു എനർജി ഉണ്ട്. സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, വയലിൻ, വീണ, ഗിറ്റാർ അതുപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് നിങ്ങൾ വായിക്കാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം സൂചിപ്പിക്കുന്നത്.
അത് നിങ്ങൾക്ക് ഒരു ജോലി മാത്രം, അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം, അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ഇന്നർ പീസ് നിങ്ങളിലേക്ക് കൊണ്ടുവരാണ് ചെയ്യുന്നത്. ഇത് 9 ഓഫ് കപ്സ് എനർജി ആൻഡ് എംപ്രസ് എനർജിയാണ്. ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു ആഗ്ല സബലീകരണം, നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ആ ഒരു മാനിഫെസ്റ്റേഷൻ അവിടെ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ഇന്നർ പീസ്, ആ ഒരു മനസ്സമാധാനം നിങ്ങൾക്ക് ലഭിക്കുക കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും. പിന്നെ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഷ് കാർഡ് ഉണ്ട്, ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും മാനിഫെസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ 3 മന്ത്സിനുള്ളിൽ അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അല്ലെങ്കിൽ അത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യും. അതൊരു ബന്ധമായിരിക്കാം, ഒരു പ്രണയമായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഓവർവെൽം എനർജിയാണ്, അപ്പോൾ 9 ഓഫ് സോട്സ്. അപ്പോൾ അത് തുടരുന്നുണ്ട് ഈ ഒരു 3 മന്ത്സിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ തിങ്കിങ് അല്ലെങ്കിൽ ഓവർവെൽംഡ് ആയിട്ട് ഫീൽ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടുന്നത് അതിൽ നിന്ന് നിങ്ങളെ മാറ്റാൻ, ഈ ഒരു തോട്ട് പ്രോസസ്സ് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു എന്താ പറയുക, നിങ്ങളെ തന്നെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ അതിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട് ആ ഒരു ഗൈഡ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. യു ഫീൽ വെരി ഗൈഡഡ്. അതാണ് ഒരു നല്ല ബാലൻസ്, നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളത്. അത് ആ ഗൈഡ് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള നിങ്ങളുടെ തന്നെ വ്യക്തിത്വമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ടിരുന്ന ചില കാര്യങ്ങൾ ഒരു കാലത്ത് ചെയ്യേണ്ടിരുന്നത് ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അതുകൊണ്ട് ഇനി ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ വൈകിപ്പോയെങ്കിലും ഇനിയും അത് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു സമയമാണ്. പിന്നെ 5 ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. കോമ്പറ്റീഷനും സിറ്റുവേഷൻസ് ഒന്നും ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും കോമ്പറ്റീഷൻസ്, ചാലഞ്ചസ്, കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലെറ്റ്സ് ബി റിയലിസ്റ്റിക്. പക്ഷേ നിങ്ങൾക്ക് ഈ പഴയ ഒരു രീതിയിൽ നിന്നിട്ട് അതിനെ ഭയന്ന് നിങ്ങൾ മാറി നിൽക്കുന്നില്ല. ഒന്ന്, നിങ്ങൾ സൂപ്പർ ക്രിയേറ്റീവാണ്. പിന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവെന്ന് പറഞ്ഞ ഒരു ചിത്രം വരയ്ക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാനോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള കാര്യങ്ങൾ മാത്രമാണ്. അതല്ലാതെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അത് വളരെ വ്യത്യസ്തമായിട്ട് നല്ലൊരു, നമ്മൾ പറയില്ല, ഒരു കടയിലേക്ക് കയറുമ്പോൾ ആംബിയൻസ്, നല്ല ആംബിയൻസ് ആണ്, ആ ഒരു രീതിയിലേക്ക് അത് കൊടുക്കാൻ പറ്റുക എന്നുള്ളതും, നിങ്ങളായിട്ടത് ചെയ്യണമെന്ന്, നിങ്ങളായിട്ട് വരച്ചൊരു ചിത്രമായിരിക്കണമെന്നില്ല, പക്ഷേ ഭംഗിയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതും ഒരു ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ സൈഡ് എന്താണ്, എനിക്ക് ഈ കഴിവൊന്നുമില്ല എന്നുള്ള രീതിയിൽ ചിന്തയിൽ നിന്ന് മാറി നിങ്ങളൊരു പോസിറ്റിവിറ്റിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. യു ക്രിയേറ്റിംഗ്, അത് ഒരു കോ ക്രിയേറ്റിംഗ് എന്നുള്ളൊരു എനർജി കൂടിയുണ്ട്. അപ്പോൾ ഒന്ന്, നിങ്ങളായിട്ട് എന്തൊക്കെയോ തുടങ്ങി അതിൽ മുന്നേറുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളൊരു ഫ്രണ്ട്, ഒരു പാർട്ട്ണർഷിപ്പിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതായത് മറ്റൊരു വ്യക്തി കൂടി നിങ്ങളെ സഹായഹസ്തമായിട്ട് വരുന്നുണ്ട്. 10 ഓഫ് ഫോൺസ് ആൻഡ് ടവർ മൊമെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ 3 മന്ത്സിൽ ഒരു ജന്മം തന്നെയാണ്, റീബിൽഡിംഗ് ആണ്. അപ്പോൾ റീബിൽഡിംഗ് നമ്മൾ പറയുമ്പോൾ നമ്മൾ പുതിയതായിട്ട് വീണ്ടും ബിൽഡ് ചെയ്ത് വരുമ്പോൾ പഴയതായിട്ടുള്ള ചില കാര്യങ്ങൾ തകർന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ, ചില ആളുകൾ ഓൾറെഡി ലൈഫിൽ ആ ഒരു സ്റ്റേജിലായിരിക്കും. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുന്നു എന്നുള്ളത്. അത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചില ബന്ധങ്ങൾ, ദേ ആർ നോട്ട് മെന്റ് ടു ബി ദെയർ ഫോർ ലൈഫ് ലോങ്, അതിൽ ജീവിതകാലം മുഴുവനുള്ളതായിരിക്കില്ല. അപ്പോൾ ആ സിറ്റുവേഷനിൽ അതൊരു സങ്കടകരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾ പലതും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പുതിയൊരു ലൈഫിലേക്ക് പോകാനുമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കിയാൽ ആ റീബിൽഡിങ് വളരെ എളുപ്പമായിട്ട് പോകും. അത് റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ജോലി ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാര്യത്തിലും ആവാം ഈ ഒരു റീബിൽഡിങ് സാധ്യമാകുന്നത്. അപ്പോൾ ജോലി ക്വിറ്റ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും. പെയിൻഫുള്ളിനേക്കാൾ കൂടുതൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരിക്കാം. പക്ഷേ ആ ഒരു തീരുമാനം എടുക്കുക, അത് എല്ലാവരും ജോലി രാജിവെക്കണം എന്നുള്ളതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്, നിങ്ങൾ കുറേ നാളായിട്ട് അത് തിങ്ക് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 മന്ത്സ് എന്ന് പറയുന്നത് യുവർ റീബിൽഡിങ് മെയിൻ തീം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വീണ്ടും ബിൽഡ് ചെയ്ത് തുടങ്ങാണ്, സൃഷ്ടിക്കുക. യു ആർ ക്രിയേറ്റിംഗ്, ഓർ നമുക്കിങ്ങനെ പറയാം, യു ആർ കോ ക്രിയേറ്റിംഗ് വിത്ത് യൂണിവേഴ്സ് അല്ലെങ്കിൽ വിത്ത് ഗോഡ്.
നിങ്ങളുടെ ലൈഫ് വീണ്ടും നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഒരു ടൈം പോയിൻ്റാണ് ഈ ഒരു 3 months. അപ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് അതെങ്ങനെ വേണം, എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതുമായിട്ട് മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള സന്ദേശം. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. ഓക്കെ, ഇനി നമ്മൾ പൈൽ നമ്പർ 2. സോ നിങ്ങൾ പൈൽ നമ്പർ 2 ആണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം ഈ വരുന്ന 3 monthsൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? പൈൽ നമ്പർ 2 എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2. Ten of Wands, 9 of Wands, the Sun card, 7 of Wands, 6 of Swords, 4 of Swords. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ വളരെയധികം നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത് ആ ആഗ്രഹം സബലീകരണത്തിലേക്കുള്ളൊരു ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ തളർത്താനായിട്ട് ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ലൈഫിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും എൻഡ് ചെയ്യാണ്. ഒരു എൻഡിങ് ഫേസ് ഉണ്ട്. എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അവസാനിക്കുമ്പോൾ പുതിയൊരു കാര്യത്തിൻ്റെ തുടക്കത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്ന അടുത്ത 3 മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് ഒരു വസന്തകാലത്തിലേക്ക് പോകുന്നു എന്ന് പറയാം. സൺ എനർജിയാണ്. ഇതൊരു ലിറ്ററൽ മീനിങ്ങിലാണ് നമ്മളിവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ഏത് നാട്ടിലാണെങ്കിൽ ഇവിടുത്തെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഏപ്രിൽ, മെയ്, ജൂൺ, പിന്നെ വസന്തത്തിലേക്കും അതിനുശേഷം വേനൽക്കാലത്തിലേക്കും പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിലാണോ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എവിടെയെന്ന് വെച്ചാൽ ബി ജെനുവിൻ ടു യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധത പാലിക്കുക. കാരണം ഇവിടുത്തെ ഒരു എനർജി നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നിങ്ങളത് അവഗണിച്ച് വിടുകയാണ്. കാരണം അതിനെ കൊണ്ട് പറ്റുമോയെന്ന് അറിയില്ല, കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് അവഗണിച്ച് വിടുന്നു. പക്ഷെ അത് അവഗണിച്ച് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോഴും ഒരു സമാധാനം ഉണ്ടാവും ഇല്ല, കാരണം നിങ്ങൾ വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അവഗണിച്ച് വിടുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. അപ്പോൾ വീണ്ടും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരേ സമയം തന്നെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അത് മെറ്റീരിയൽ ഗെയിൻ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ കൂടിയിട്ടാണ്. അപ്പോൾ ജീവിതത്തിൽ ആ ഒരു സാമ്പത്തികമായിട്ട് ഉന്നമനം കാര്യങ്ങളും ഈ ഒരു ഫിസിക്കൽ വേൾഡിൽ റിലമിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ റിലമിലേക്ക് പോകാനും നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 10 of Wands എനർജി കണക്ഷൻസ് ആണ്, അതേപോലെ തന്നെ 9 of Wands എനർജി കണക്ഷൻസും ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ എൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ആ എൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എന്തെങ്കിലും പര്യവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ബിസിനസ് എന്തെങ്കിലും നിർത്തുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട് വിൽക്കുന്ന എന്തോ ഒരു കാര്യം എൻഡിങ് ആണ്, ഇനി അത് നിങ്ങളുടേതല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമാകുമ്പോൾ എന്തോ ആ എൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സും ഒക്കെ ഉണ്ട്, ആങ്സൈറ്റിയൊക്കെ ഉണ്ടാവും, നല്ല രീതിയിൽ ഇത് പോകണം എന്നുള്ളത്. അപ്പോൾ എന്താ സംഭവിക്കുക, ചില ആളുകളിൽ ഇങ്ങനത്തെ ഒരു ചിന്തകൾ വരുമ്പോൾ പ്രോപ്പറായിട്ട് പല കാര്യങ്ങളും ചെക്ക് ചെയ്യാതെ പോകും. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നിങ്ങൾ അത്രയും ആ ഒരു രീതിയിലാണ് സ്ട്രെസ്ഡ് ആണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇങ്ങനെയാണ്, നിങ്ങൾ ഏത് രാജ്യത്താണ്, ആരാണ് അത് ചെക്ക് ചെയ്യാൻ പറ്റുന്നത്, ഒരു പ്രൊഫഷണലിനെ കൊണ്ട് അത് ചെക്ക് ചെയ്ത് എവറിത്തിങ് ഇസ് ഓക്കെ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം പ്രൊസീഡ് ചെയ്യാം. കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ചില മിസ്റ്റേക്സ് വരാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നതുകൊണ്ട്, ആങ്സൈറ്റി കാരണങ്ങളൊക്കെ കൊണ്ടൊക്കെ ആവാം. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഈ ഫിസിക്കൽ റെലം നിൽക്കുമ്പോൾ
സ്പിരിച്വലി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 4 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. മെഡിറ്റേഷൻ നിങ്ങൾക്ക് വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു സമയമാണ്. സ്പിരിച്വൽ സൈഡിൽ നിങ്ങളുടെ മെഡിറ്റേഷൻ എനർജി എന്ന് പറയുമ്പോൾ വോക്കിംഗ് മെഡിറ്റേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പറ്റുന്നില്ല. പലതരത്തിലും മെഡിറ്റേഷൻ ഉണ്ട്. വാട്ടർ മെഡിറ്റേഷൻ, വോക്കിംഗ് മെഡിറ്റേഷൻ, അല്ലെങ്കിൽ നമ്മൾ നോർമലൈസ് ചെയ്തിരിക്കുന്ന ഒരു മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പത്മാസനത്തിൽ ഇരുന്നിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ആ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റില്ലായിട്ട് ഇരുന്നു കൊണ്ടിട്ടുള്ള മെഡിറ്റേഷനാണ് നല്ലത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ചക്ര ബാലൻസ് ചെയ്യേണ്ട ആവശ്യം, കാരണം നിങ്ങൾക്ക് ബാലൻസ് ആണ് ഇവിടെ വേണ്ടത്. പിന്നെ റൂട്ട് ചക്ര എന്ന് പറയുന്ന ചുമപ്പ് കളറാണ്. ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ കുങ്കുമം തൊട്ട് നടക്കുന്നത് ഇത് വളരെയധികം നിങ്ങളുടെ എനർജി, തിരുനെറ്റിയിൽ പ്രത്യേകിച്ച് കുങ്കുമം തൊടുന്നത് നിങ്ങൾക്ക്, അതായത് റൂട്ട് ചക്ര മുതൽ ഏറ്റവും ഉയരത്തിലേക്കുള്ള ആ ഒരു ക്രൗൺ ചക്ര വരെയുള്ള എനർജി കണക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒന്നാണ് ഈ സിറ്റുവേഷനിൽ. കാരണം ഇത് ജസ്റ്റ് റൂട്ട് ചക്ര എനർജി കണക്ഷൻ മാത്രമല്ല, ലൈഫിൽ പല കാര്യങ്ങളും നിങ്ങൾ ആ ഒരു ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ഇത് ഒരുമിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എനർജി നിങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിരിക്കും. കുങ്കുമം അല്ലെങ്കിലും ജസ്റ്റ് ചുമന്ന കളറിൽ കുങ്കുമം ആർക്ക് വേണമെങ്കിലും തൊടാവുന്നതാണ്. അത് ഇനി ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവരാണെങ്കിലും, കാരണം ക്ഷേത്രത്തിൽ പോയിട്ട് ഇനി റിലീജിയസ് ബിലീഫ് ആണെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് അത് സ്പിരിച്വലോ റിലീജിയസോ ആയി മാറുന്നത്. അല്ലാത്ത പക്ഷം കുങ്കുമം എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മറ്റ് എന്തും പോലെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു എനർജി എന്ന് പറയുന്നത് കുങ്കുമത്തിൻ്റെ എനർജി പ്രോപ്പറായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ നിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. പിന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചുമന്ന എന്തെങ്കിലും അല്ലെങ്കിൽ ചുമന്ന എന്തെങ്കിലും വസ്ത്രങ്ങൾ ധരിക്കുന്നു, അല്ലെങ്കിൽ എപ്പോഴും ചുമപ്പ് കളർ കൂടെ നിർത്തുന്നത് നല്ലതാണ്. വസ്ത്രം ചിലപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ആയതുകൊണ്ടാണ് അതിലേക്ക് അധികം പുഷ് ചെയ്യാത്തത്, അല്ലെങ്കിൽ ചുമപ്പ് കലർന്ന രീതിയിലേക്ക്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 7 ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് 9 ഓഫ് വോൺസ് എനർജി ഉള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് ആയിട്ട് ചില ആളുകൾ നിങ്ങളെ പുറകോട്ടേക്ക് വലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പ്രത്യേകിച്ച് ചില ബന്ധങ്ങൾ, ചില റിലേറ്റീവ്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിരിക്കാം, ഏത് തരത്തിലുള്ള ബന്ധവുമാകാം. അപ്പം ഇങ്ങനെയുള്ള അപവാദങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും എളുപ്പം. കാരണം അവരെ എൻഗേജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എപ്പോഴും നിങ്ങളെ അണ്ടർമൈൻ ചെയ്യും, നിങ്ങളെ മുന്നോട്ടേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട്. നിങ്ങൾ സക്സസ്ഫുൾ ആകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടിട്ട് നിങ്ങളുടെ എനർജി നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുവരാണ്ടിരിക്കാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഒരു ഇറ്റ്സ് നോട്ട് ഈ ഒരു എനർജി നിങ്ങളെ സക്ക് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അവർ നിങ്ങളുടെ എനർജി വാമ്പയേഴ്സ് എന്ന് പറയും ചില ആളുകൾ, നമ്മുടെ എനർജി വലിച്ചെടുക്കുന്നവരെ. അപ്പോൾ നിങ്ങളുടെ എനർജി പോസിറ്റീവായിട്ട് വയ്ക്കേണ്ടത് വളരെയധികം അനിവാര്യമാണ് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് ഈ ഒരു 3 months പ്രോഗ്രസ് ആണ് കാണിക്കുന്നത്. 6 ഓഫ് വോൺസ് എനർജിയാണ്. പക്ഷേ അതിനെ നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫൈറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യുന്നത്, സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വളരെയധികം സഹായകരമായിരിക്കും. പിന്നെ ഈ ഒരു 6 ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്ന ട്രാൻസിഷൻ ഫേസ് ആണ് ലൈഫിൽ. ഒരു പക്ഷേ സാധ്യത നിങ്ങൾ വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടുന്ന് മറ്റൊരിടത്തേക്ക് മാറിപ്പോകാനോ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു റീ അലൈൻമെൻറ്റ് ലൈഫിൽ വരുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ റീ അലൈൻമെൻറ്റ് എന്നൊരു മാറ്റം, ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ പലരെ സംബന്ധിച്ച് വലിയൊരു മാറ്റമാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് അഡ്ജസ്റ്റ് ആവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഫേസ് ആയിരിക്കും ഈ 3 months. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി അനിവാര്യമാണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട്. ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടാവും. ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങൾ ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ റൂട്ട് ചക്ര ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഫ്രഷ് ന്യൂ ബിഗിനിങ് ഓൺ ദ ഓപ്പോസിറ്റ് ഷോർ എന്ന് പറയാം. അപ്പോൾ അതായത് നമ്മൾ പുതിയ സ്റ്റാർട്ടാണ്, പക്ഷെ മറ്റൊരു സ്ഥലത്ത് അപ്പോൾ ട്രാവൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ട്രാവൽ ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ വിദേശത്ത് പോയിട്ട് സെറ്റിൽ ആവുന്ന ഒരു എനർജി ആയിരിക്കാം. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
ഇൻ്റലിജൻ്റ് ആയിട്ട് ചിന്ത ചെയ്ത് ക്ലിയർ ആയിട്ടുള്ള ചിന്തയോടുകൂടി മുന്നോട്ടേക്ക് പോവാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് നേടിയെടുക്കാൻ നിങ്ങൾ മുന്നോട്ടേക്ക് പോവാം. മറ്റ് ചില ആളുകൾ നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരുടെ ആഗ്രഹങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ചെയ്ത് ശരിയായില്ല, അങ്ങനെയാണെങ്കിൽ എനിക്കിങ്ങനെ സിറ്റുവേഷൻസ് വരുമെന്ന്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. മറ്റുള്ളവരുടെ ലൈഫിൽ അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ പുറകോട്ടേക്ക് പോകേണ്ട ആവശ്യമില്ല. മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന്, പക്ഷെ അതേസമയം തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ അവർ സക്സസ്ഫുൾ അല്ലാത്തത് കൊണ്ട് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് പറയുന്നത് അത് സെൽഫിഷ്നെസ് ആണ് അവരുടെ ഭാഗത്തുനിന്ന്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി പോകാൻ പറ്റണം. എങ്കിൽ നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആയിരിക്കും. അതായത് ഈ ഒരു സമയം, ഈ ഒരു 3 months നിങ്ങളുടെ തീം എന്ന് പറയുന്നത് ഇഗ്നോർ ദോസ് അൺനെസസറി തിങ്സ്. അതായത് നിങ്ങളുടെ ലൈഫ് സക്സസ്ഫുൾ ആകുന്ന സമയമാണ്. മറ്റുള്ളവരുടെ അൺനെസസറി ആയിട്ടുള്ള മറ്റുള്ളവർ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതൊക്കെ ഇഗ്നോർ ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഇനി നമ്മൾ പൈൽ നമ്പർ 3 പോവാണ്. സോ പൈൽ നമ്പർ 3 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ 3 months നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് നോക്കാം. Three of Pentacles, Queen of Swords, King of Swords, Seven of Pentacles, the Moon, Star card. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഈ ഒരു 3 months വരാൻ പോകുന്നത്? 3 of Pentacles and Moon എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പ് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ഐദർ യു ആർ സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർ യു ആർ ഗെറ്റിംഗ് മാരീഡ്. ഒന്നുകിൽ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഡ്രീം എന്താണോ, സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കമ്മിറ്റഡ് ആവുന്ന എനർജിയാണ്. കമ്മിറ്റഡ് ആവുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ മൂൺ എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് നടന്നെടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിലാണോ എന്നുള്ളത് നമുക്ക് ഇപ്പം അറിയാൻ പറ്റില്ല. കാരണം അവിടെ ഒരു ക്ലാരിറ്റി ഇല്ല. നമ്മൾ ആഗ്രഹിച്ച രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലെല്ലാം കാണുന്നത്, പക്ഷെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ള രീതിയിലുള്ള ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങൾ അതിനെനിക്ക് വ്യക്തതയില്ല, അതിന് വ്യക്തത വേണമെന്ന് വെച്ചാൽ അത് ഫ്യൂച്ചറാണ് തീർച്ചയായിട്ടും. നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ടിട്ട് എല്ലാവർക്കും ചെയ്യാവുന്ന പ്രവർത്തിക്കുക, കർമ്മം ചെയ്യുക, കർമ്മത്തിനനുസരിച്ച് ലൈഫ് മുന്നോട്ടേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഹോപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യു ബീങ് സപ്പോർട്ടഡ്. അതായത് നിങ്ങൾ ആ ഒരു സ്റ്റാർ എനർജി ഉണ്ട്. അപ്പോൾ മൂൺ ആൻഡ് സ്റ്റാർ എനർജിയാണ്. ഒന്ന്, നിങ്ങൾ അസ്ട്രോളജി ബിലീവ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻസ് വളരെയധികം നല്ല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമം, അതിപ്പോൾ നിങ്ങൾ മാരേജ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അത് സക്സസ്ഫുൾ ആവാനാണ് ഒന്ന് ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് സക്സസ്ഫുൾ എനർജിയാണ്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായിട്ടുള്ള ഉത്കണ്ഠ ഒഴിവാക്കുക. എനിക്ക് ഒരു 10 സ്റ്റെപ്പ് എഹെഡ്, നിങ്ങളുടെ മുമ്പിൽ ഒരു മൂടൽമഞ്ഞ്, ഒരു ഫോഗാണെങ്കിൽ തൊട്ടടുത്തുള്ള സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണാം, അതിന് മുമ്പ് 10 സ്റ്റെപ്പ് എഹെഡ് കാണാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് തൊട്ട് മുമ്പിലുള്ള സ്റ്റെപ്പ് കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ബെറ്ററാണ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ബെറ്റർ ആക്കാൻ നിങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അടുത്ത സ്റ്റെപ്സും ബെറ്ററായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പോൾ നിങ്ങൾ മുന്നേറാൻ ആഗ്രഹിക്കുന്നത് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയമാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ള, വിദ്യാർത്ഥികൾ, നിങ്ങൾ പഠിക്കുന്ന ആളാണെങ്കിൽ, വിദ്യാർത്ഥിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യം കൂടി ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇവിടെ പഠിക്കുന്ന ദേശം, സ്ഥലമായിരിക്കും ഇവിടെ ഒരു എനർജി സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന രാജ്യം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടാവും, പഠിക്കുകയും ചെയ്യുന്നുണ്ടാവും, അവിടുത്തെ സിറ്റുവേഷൻസ് കുറച്ച്
ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ച് സുരക്ഷിതമല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീല് നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ഒരു ഫീൽ ഉണ്ടാകുമ്പോൾ എന്താ നിങ്ങൾ ചിന്തിക്കുന്നത്? അതായത് ഞാനിവിടെ തുടരണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോകണോ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്ക് കുറച്ചധികം നാളുകളില്ല, നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാറാം. പക്ഷേ എന്തെങ്കിലും നിങ്ങൾക്ക് അവിടെ തുടരാനുള്ള കാരണം, അതായത് നിങ്ങൾക്ക് പഠിത്തം പൂർത്തിയാക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഇത്ര സമയത്തേക്ക് വർക്ക് ചെയ്യണം, അത് കഴിഞ്ഞാൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പ് ആയിരിക്കാം, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തൽക്കാലം അവിടെ തുടരാവുന്ന ഒരു എനർജിയാണ്. കാരണം നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. അത് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ബാധകമാണ് കേട്ടോ. വിദ്യാർത്ഥികളിൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ചില ആളുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം അവർക്ക് ഇപ്പോഴും ഉറപ്പില്ല അവിടെയാണോ അവർ സെറ്റിലാവുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷെ ഓൾറെഡി സെറ്റിലായിട്ടുള്ള ആളുകൾക്ക് അവിടെയാണ് തുടരുന്നത് എന്നുള്ളത് അറിയാം. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്യൂൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ്. ചില കാര്യങ്ങൾ ലൈഫിൽ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടുന്ന ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ ശരിയാണ്. ലൈഫിൽ സെൽഫ് റിയലൈസേഷൻ്റെ സമയമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഒരു സെൽഫ് ഡൗട്ടിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. നിങ്ങൾ എന്താ സ്വയം നിങ്ങൾ റിയലൈസ് ചെയ്തത് അത് ശരിയാണ്. ഈ പറയുന്ന വ്യക്തിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തായാലും അതിന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കവിടെ പറ്റുന്നില്ല എങ്കിൽ അത് ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ പറയുമ്പോൾ ഇത് എടുത്ത് പറയുകയാണ്. കാരണം സാഹചര്യങ്ങളൊരു രാജ്യത്തിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യം മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം എടുത്തൊരു തീരുമാനമാണ് ഇതെങ്കിൽ അങ്ങനെ തീരുമാനമാവരുത്. അതല്ല, നിങ്ങൾ കുറച്ചധികം വർഷങ്ങളായിട്ട് തീരുമാനിക്കുന്നു, പക്ഷെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ബാഹ്യമായിട്ടുള്ള അന്തരീക്ഷം ചിലപ്പോൾ യുദ്ധമായിരിക്കാം, മറ്റെന്തെങ്കിലും ആയിരിക്കാം, ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് മാത്രം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ആ തീരുമാനം ശരിയല്ല. പക്ഷേ നിങ്ങൾ വേറെ പല കാരണങ്ങൾ കൊണ്ട് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ പല പല കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ അതായത് ചിന്തിക്കുക, നിങ്ങൾ പ്രത്യേകമായിട്ടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ ബേസിസിൽ മാത്രം മാറ്റം വരാവുന്ന കറൻറ്റ് സിറ്റുവേഷനിലാണെങ്കിൽ ഡോണ്ട് ഡിസൈഡ് ദാറ്റ് വേ. പക്ഷേ അതല്ല, ജനറലി ആ ഒരു വന്നപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് ആ ഒരു സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ കട്ട് ദാറ്റ് ഓഫ്. അത് നിങ്ങളുടെ ലൈഫിൽ ഇനി വേണ്ട. അതൊരു വ്യക്തിയായിരിക്കാം. അങ്ങനെയെങ്കിലും നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം ഒരു നെഗറ്റീവ് ഫീലിംഗ് തരുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ റിജക്ഷൻ തന്നെയാണ് ഇവിടെ. കാരണം ഇവിടെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ഈ വ്യക്തി നിങ്ങളിലേക്ക് കൊണ്ടെത്തി തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് തുടർന്ന് മുന്നോട്ടേക്ക് പോകാതിരിക്കുക. നെക്സ്റ്റ് കിങ് ഓഫ് സോട്സ് എനർജിയാണ്. വിദ്യാഭ്യാസത്തിന് ഒത്തിരി ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ടാവാം. ഇപ്പോൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ജോലി നിർത്തി ഹയർ എഡ്യൂക്കേഷന് പോകുന്ന ഒരു സിറ്റുവേഷനും കൂടി ആവാം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റൈറ്റിംഗ്, സ്പീക്കിംഗ്, അതുപോലെ മെസ്സേജുകൾ, അതുപോലത്തെ സിറ്റുവേഷൻസ് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ഓഫർ ലെറ്റേഴ്സ് വരുന്നുണ്ടാവും, ഇൻ്റർവ്യൂവിന് വിളിക്കുന്നുണ്ടാവും, അങ്ങനത്തെ സിറ്റുവേഷൻസ് ആവാം. നിങ്ങൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സെയിൽസിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ അതിൽ നിന്ന് ഒത്തിരി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ വളരെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളെപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ വളരെ പോസിറ്റീവാണ്. നിങ്ങൾ ആകെ നെഗറ്റീവ് ടോക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളോടാണ്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന നിങ്ങളെയാണ്, നിങ്ങളോട് തന്നെയാണ് സെൽഫ് ടോക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്ത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ സ്വയമേ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കൂടി നിർത്തലാക്കുക. കാരണം ആ ഒരു സെൽഫ് ക്രിറ്റിസിസം ഒരു പരിധി വരെയൊക്കെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ ബെറ്റർ ആകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ബെറ്റർ ആവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അതൊരിക്കലും അത്രയും ക്രിട്ടിസൈസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല എങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അല്ലാത്ത പക്ഷം അതൊരു നെഗറ്റീവ് വൈബ് തരുന്നു എന്നുള്ളതാണ്, അല്ലാണ്ട് പ്രയോജനമൊന്നുമില്ല. 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി സിറ്റുവേഷൻസ് കൂടിയിട്ട് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത് ചില കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടത്. കാരണം നിങ്ങളുടെ സക്സസ്, ഇപ്പോൾ നിങ്ങളുടെ ജോലി ആയിരിക്കാം, ബിസിനസ് ആയിരിക്കും, ഇത് ഫിനാൻസും കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എനർജിയാണ്. നിങ്ങൾ സ്ലോ ആയിട്ടുള്ളൊരു ഗ്രോത്താണ്, അല്ലെങ്കിൽ മുന്നേറ്റം കാണിക്കുന്നില്ല, അതായത് വളരെ സ്ലോ ആണ്, മുന്നേറുന്നുണ്ടോ എന്ന് പോലും ഉറപ്പില്ലാതിരിക്കുന്ന സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ടൈം ടു ചേഞ്ച് യുവർ വേ. അതായത് പഴയ രീതിയിൽ നിന്ന് പുതിയൊരു രീതിയിലേക്ക് മാറി. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന യൂട്യൂബ് ഈ ഒരു രീതിയിലായിട്ടൊരു 10 വർഷം
ഈ വരുന്ന കൊറോണയ്ക്ക് ശേഷമാണ് പല ആളുകളും യൂട്യൂബിലേക്ക് വന്നു തുടങ്ങിയത് തന്നെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. അതായത് ഈ പഴയ രീതിയിൽ നിന്ന് പുതിയ കാലത്തിലേക്ക് എങ്ങനെയാണോ ആളുകൾ വന്നത്, അതായത് ഈ യൂട്യൂബിലേക്ക് ഒത്തിരി ആളുകൾ വന്നത് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷമായിരുന്നു. കാരണം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയുമ്പോൾ പലരും അതിലേക്ക് വരുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ള അവസരങ്ങളുണ്ട്. പഴയ രീതി മാറ്റിപ്പിടിച്ച് പുതിയ രീതിയിലേക്ക് വരിക. പുതിയ രീതി ആളുകൾ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ്, എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ഞാൻ അതേ രീതിയിൽ തന്നെ തുടരൂ എന്ന് പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ അതേ രീതിയിൽ തുടരാം, പക്ഷേ ബിസിനസ് ചെയ്യേണ്ട രീതിയിൽ ചിലപ്പോൾ മാറ്റം വരുത്താം. ബിസിനസ് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ സെല്ല് ചെയ്യുന്നത്, ഒരു ബിസിനസ് നമ്മൾ എന്തെങ്കിലും സെല്ല് ചെയ്യുമല്ലോ, സെല്ല് ചെയ്യുന്ന കാര്യം ആ രീതിയിൽ അല്ലെങ്കിൽ പഴയ രീതിയിൽ തുടർന്നാലും സെല്ല് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്താം. അപ്പോൾ നിങ്ങൾ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക, മനസ്സിലാക്കുക, പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, പഠിക്കുക. അപ്പോൾ ഇവിടെ ഒരു എനർജി, പഠിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ചിലപ്പോൾ പുതിയ രീതി എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയായിരിക്കും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ പറ്റാതെ ജോലിയിലേക്ക് കയറിയവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരം തരുന്ന ഒരു സമയമാണ് ഈ ഒരു 3 months എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു 3 monthsലെ തീം മെയിനായിട്ട് പറയുകയാണെങ്കിൽ കട്ട് ഓഫ് നെഗറ്റിവിറ്റി, പോസിറ്റിവിറ്റി ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.